ഗ്രിൻസും ഞാനും കൂടി കനേഡിയൻ മ്യൂസിയം, നാഷണൽ മ്യൂസിയം ഓഫ് ആർട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. ലുക്സ് കൈൻഡ് ഓഫ് കൂൾ. പിന്നെന്താ പറയാ, എടാ എട്ടുകാലിക്ക് മുട്ട കണ്ടോ? എട്ടുകാലിയാണോന്ന് അറിയില്ല, പക്ഷെ അതിന്റെ മുട്ട എട്ടുണ്ടേ. അതിനടിയിൽ കുഞ്ഞു മുട്ടയൊക്കെ വെച്ചിട്ട് ചെറിയ ഡീറ്റെയിൽസ് കൊടുത്താണ്ടോ. ഇറ്റ്സ് ആക്ച്വലി നൈസ്. എടേ ഓ യാ, ഇതാണ് നേരത്തെ പറഞ്ഞ ആംഫി ബസ്. ഈ ബസ്സിന് വെള്ളത്തിലും പോകാൻ പറ്റും, കരയിലും പോകാൻ പറ്റും. പിന്നെ ദിസ് ഇസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ചർച്ച്. നല്ലൊരു ഭംഗിയുള്ള ഒരു പള്ളി. നമ്മൾ കണ്ട പാർലമെന്റിന്റെ ബിൽഡിംഗ് ആണ് അത്. പിന്നെ ഇത് വേറൊരു ബിൽഡിംഗ്. നമ്മൾ അവിടെ കണ്ട എട്ടുകാലിയാണ്ട് പേരാണ് മാമൻ. ആരുടെ മാമനാന്ന് അറിയില്ല, പക്ഷെ ആരുടെയോ മാമൻ. ഇതാണ് ആർട്ട് ഗാലറിയുടെ മാപ്പ്. ആർട്ട് ഗാലറിയിലേക്ക് നമ്മൾ കയറുകയാണ്. ഹലോക്കെ, ആർട്ട് ഗാലറിയിലെ ഓരോ ആർട്ടുകളും നീ വേണം പറഞ്ഞു തരാൻ. യെസ്, ഞാൻ പറഞ്ഞു തരാം. അപ്പം ആസ് പെർ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടിയുടെ എക്സ്പ്ലനേഷൻ വഴി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ലൈക്ക് എ നോർത്ത് അമേരിക്കൻ കൾച്ചറിനെ മനസ്സിലാക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ആർട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ എന്താ പറയാ, അതിനകത്ത് US ഉണ്ട്, അമേരിക്കൻ ലൈക്ക് കനേഡിയൻ ഉണ്ട്, യൂറോപ്യൻ ഉണ്ട്, ഇവിടുത്തെ ഇൻഡിജിനസിന്റെ റിലേറ്റഡ് ആർട്സ് ഉണ്ട്. ചില ആർട്ട് കോപ്പിറൈറ്റ് ഉള്ളതാണ്, അപ്പം അത് കാണിച്ചു തരാൻ പറ്റൂല. പക്ഷെ ചിലത് നമ്മൾ പറ്റുന്ന പോലെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു നല്ലൊരു ബാഡ്ജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. യങ് അഡൽസിന് പെർ പേഴ്സൺ $15 ഉള്ളൂ. പക്ഷെ നമുക്ക് രണ്ടാൾക്കും കൂടി $25 ഡിസ്കൗണ്ട് റേറ്റ് ചാർജ് ചെയ്തിട്ടുള്ള. മേ ബി സമ്മറിന് എന്തെങ്കിലും ഓഫർ ആയിരിക്കും. സോ കം ലെറ്റ്സ് ഫോളോ അലോങ്. I've never been to an art museum before. How about you, Prince? നമ്മള് കൊച്ചിയിൽ ബിനാലെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതൊരു ബിനാലേക്ക് പോയിട്ടില്ല. ആണോ? ഞാനിതൊരു ആർട്ട് മ്യൂസിയത്തിൽ പോയിട്ടില്ല. ബട്ട് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്കും ഇഷ്ടമാണ്. ഓ വാവ്, യാ. നല്ലൊരു കലാകാരന്റെ കൂടെയാണ് ഇപ്പം നമ്മൾ ആർട്ട് മ്യൂസിയം കാണാൻ പോകുന്നത്. ഈവൻ ദ ബിൽഡിംഗ് ലുക്സ് ലൈക്ക് റിയലി ഗുഡ്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. ഈശ്വര, എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ തന്നെ പറയും. ഈ ആർട്ട് എന്താ പറയുക, ലേസർ ടോമോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി അനുസരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ സംസാരിക്കുമ്പം ലിസൺ ടു ദ വേൾഡ് എന്ന് പറയുമ്പം എങ്ങനെയാണോ ടെർബുലന്റ് എയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു എയറിൻ്റെ സ്ട്രക്ചറാണ് ഇതിനകത്ത്. അതൊരു റിയലി ബ്യൂട്ടിഫുൾ.
ഇത് പഴത്തിനെ ഇതാക്കിയിട്ട് ബനാന ഫ്ലവർ. ഇതിപ്പം ഈ വാട്ടർ ഡ്രോപ്ലെറ്റ് ഇവിടെയുള്ള ഈ ലെമൺ സ്പ്രൗട്ടിനെ എക്സാജറേറ്റ് കാണിക്കണം. ഓരോ ഡ്രോപ്ലെറ്റിനും അതിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ളതിൻ്റെ ഒരു ചെറിയ വേർഷൻ കാണാം. ഇറ്റ്സ് ലൈക്ക് സോ ബ്യൂട്ടിഫുൾ. വാവ്. ഇത് ലബനോന്റെ മാപ്പാണ് പോലും. അപ്പം ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ബെയ്റൂട്ടില് എന്താ പറയുക, പൊളിറ്റിക്കൽ കണ്ടീഷൻ, ലൈക്ക് രണ്ടും പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഡിഫറൻസസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാരലൽ എന്താ പറയുക ഊഞ്ഞാലുകളും പിന്നെ എന്താ പറയുക അത് ടച്ച് ചെയ്യുന്നില്ല. ദേ വിൽ നെവർ ടച്ച് ബിക്കോസ് ഇറ്റ്സ് പാരലൽ ടു ഈച്ച് അതർ ബട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ സെയിം തിങ്. അപ്പം അതന്നെയാണ് കാണിക്കുന്നത്. കലാകാരന്റെ കലാസൃഷ്ടികൾ അത് കണ്ടല്ലേ നമ്മൾ ദൂരത്ത് കാണുമ്പോൾ അത് സാധാ ഊഞ്ഞാല്, പക്ഷേ when you look into the detail it's something like that. ഈ വേൾഡ് മാപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ റഷ്യ ഭയങ്കര വലുത്, കാനഡയുടെ താഴെ ബ്രസീല്, അലാസ്കയൊക്കെ കിടക്കണുണ്ടോ, ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാനൊക്കെ കറക്റ്റാണ്. പിന്നെ ന്യൂസിലൻഡ് ഇന്ത്യയോട് ചേർന്നാണ് കിടക്കണത് അല്ലേ? ന്യൂസിലൻഡ് ആണോ? അറിയത്തില്ല. മംഗോളിയ, ആകെ ഫുൾ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു മാപ്പ്. ഒരു പാൻജിയാണോ? അല്ല, എഴുത്തൂടെ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ സൂം ചെയ്യാം. ആൾക്കാരോടെ ഇരുന്ന് എന്തൊക്കെയോ കാണുന്നുണ്ട്. എന്തോ ഡോക്യുമെന്റ് പ്ലേ ചെയ്തോണ്ടിരിക്കുന്നു, പക്ഷെ നമുക്കറിയത്തില്ല എന്താ പറയണതെന്ന്. ആ ലോകം അവിടെ എന്തോ ചിത്രം കണ്ടുകൊണ്ടിരിക്കുക. ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാന്നൊക്കെ. കത്തോലിക്ക സഭയുടെ ഇത് മറ്റേ സ്നാപകയോഹന്നാനും യേശു ക്രിസ്തു അല്ലേ? ആണോ? ആ, സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റും ജീസസ് ക്രൈസ്റ്റും.
ഹലോയെ, ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രമാണ് ഇവിടെ വിളിച്ചോതപ്പെടുന്നത്. ആണോ? ആ അല്ലേ? ഇതിന്റെ ആക്ച്വലി കോപ്പീസ് കുറെ ഉണ്ടെന്ന് പറഞ്ഞ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എപ്പിസോഡിൽ തീർക്കാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ ഡിസ്പ്ലേസ് കുറേ ഉണ്ട്, ആർട്ട് കുറേ ഉണ്ട്, സ്കൾപ്ചേഴ്സ് കുറേ ഉണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഒപ്പിയെടുക്കാൻ പറ്റുന്നതൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഫോർ ഷുവർ നിങ്ങൾ ഒട്ടവർ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു വിസിറ്റ് ദ പ്ലേസ്. ഇറ്റ്സ് റിയലി അമേസിങ്. സോ വിൽ സീ യു നെക്സ്റ്റ് ടൈം.